ഇവിടെ ഉമ്മച്ചിണ്ടല്ലോ വെളുപ്പിന് 4-4:30 എഴുന്നേൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കാൻ കിടക്കാറുണ്ട്. ഈ റെസ്റ്റ് എടുക്കാൻ കിടക്കുന്നതിന് മുന്നേ ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റിന്റെ പകുതി പണികളും തീർത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് നമുക്ക് പുട്ടും കടലയാണ്. പുട്ടിന്റെ പൊടി വാട്ടിയും വെച്ചിട്ടുണ്ട്, കടല വേവിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കേണ്ട ഡ്യൂട്ടി മാത്രമാണ് കേട്ടോ എനിക്കുള്ളത്. പുട്ടിന്റെ പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ചിട്ട് നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് ലെയർ ചെയ്ത് പുട്ടിന്റെ കടയിൽ വെച്ച് ഇതേ പുട്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തടുപ്പത്ത് കടലക്കറി സെറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇവിടെ എന്നും കടലക്കറി വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് മസാലയും കൂടിയും തേങ്ങയിൽ കൂട്ടിയിട്ടിട്ട് തേങ്ങ വറുത്ത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ പുട്ടും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പുട്ട് ആവി കയറുന്നത് മാറ്റുന്നുണ്ട്, അടുത്തത് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് കടലക്കറി സെറ്റ് ചെയ്യാണ്. വെളിച്ചെണ്ണയിൽ കടുകും പൊട്ടിച്ച് തക്കാളിയും വേപ്പിലയും കൂടി ഇട്ട് വഴറ്റി നമ്മുടെ അരച്ച് വെച്ച അരപ്പും കടലയും കൂടി ഇട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കാണ് കേട്ടോ. ആവി പറക്കുന്ന പുട്ടും തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കടലക്കറിയും കട്ടൻ ചായ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ, സീ യു.